ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ബോട്ടണിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. അതായത് ലിംഗകോശങ്ങൾ അഥവാ ഗമേറ്റുകളുടെ സംയോജനം മുഖേന നടക്കുന്ന പ്രത്യുൽപാദന രീതിയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് എയ്തർ ബൈ സെയിം ഇൻഡിവിജ്വൽ ഓർ ബൈ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. വ്യത്യസ്തമായ രണ്ട് ജീവികളോ അല്ലെങ്കിൽ ഒരു ജീവി തന്നെയോ ഉൽപ്പാദിപ്പിക്കുന്ന ഗമേറ്റുകളുടെ സംയോജനം മുഖേനയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സാധ്യമാകുക. ഉദാഹരണത്തിന് മനുഷ്യനെടുത്താൽ മനുഷ്യനിൽ വ്യക്തമായ ആൺ പെൺ വേർതിരിവുണ്ട്. മെയിൽ ഓർഗാനിസം മെയിൽ ഗമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ ഓർഗാനിസം ഫീമെയിൽ ഗമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ അതല്ല മറ്റു ചില ജീവികളുടെ അവസ്ഥ. ഉദാഹരണം എർത്ത് വേം അഥവാ മണ്ണിര. മണ്ണിരയിൽ വ്യക്തമായ ആൺ പെൺ വേർതിരിവ് ഇല്ല. അതിന് കാരണം മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഉണ്ടാക്കുന്നത് ഒരു ജീവി തന്നെയാണ്. അപ്പോ ഈ സെന്റൻസിന് അർത്ഥം അതാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് എയ്തർ ബൈ ദ സെയിം ഇൻഡിവിജ്വൽ. മണ്ണിര പോലുള്ള ജീവികളിൽ സെയിം ഇൻഡിവിജ്വൽ തന്നെയാണ് മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഉൽപ്പാദിപ്പിക്കുക. ഓർ ബൈ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. വ്യത്യസ്തമായ ജീവികൾ, ആൺ പെൺ ജീവികൾ, ഉദാഹരണം മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗമേറ്റുകളുടെ ഫ്യൂഷനോടുകൂടി നടക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് മറ്റു ചില ജീവികളിലുള്ളത്. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ മെയിലും ഫീമെയിലും ഗമേറ്റുകൾ സംയോജിച്ച് ഒരു ഡിപ്ലോയിഡ് ആയ സൈഗോട്ട് ഉണ്ടാകും. ഈ സൈഗോട്ട് വളർന്നാണ് പൂർണ്ണ വളർച്ചയെത്തിയ ജീവി ഉണ്ടാകുക. ഇത്തരത്തിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഗമേറ്റുകൾ രണ്ട് വ്യത്യസ്തമായ പാരന്റ്സിൽ നിന്ന് ഉണ്ടാകുന്നതിനാൽ ആ കുഞ്ഞുങ്ങൾ ജനിതകപരമായ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. ഈ വ്യത്യാസങ്ങൾ ആ കുഞ്ഞുങ്ങളെ പരിതസ്ഥിതിയുമായി നല്ല രീതിയിൽ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ ഹയർ ഓർഗാനിസംസും അതിന്റെ കോംപ്ലക്സിറ്റി എന്തു തന്നെയായാലും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കാണിക്കുക. ഇൻ സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ഫ്യൂസ് ടുഗദർ ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നത് മെയിലും ഫീമെയിലും ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ്. The zygote develops into a fully developed organism. സൈഗോട്ട് പിന്നീട് വളർന്ന് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ റിസൾട്ട്സ് ഇൻ ജനറ്റിക് വേരിയേഷൻ ഇൻ ഓർഗാനിസംസ്. ജനിതകപരമായ വ്യത്യാസങ്ങൾ കാണിക്കുന്നു ജീവികളിൽ. ഉദാഹരണത്തിന് അച്ഛനും അമ്മയും കറുത്ത നിറത്തോടു കൂടിയതാണെങ്കിൽ പോലും മക്കൾക്ക് വെളുത്ത നിറം കിട്ടാം. അതാണ് ജനറ്റിക് വേരിയേഷൻ. ജനിതകപരമായ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. മോറോവർ ഇറ്റ് ഹെൽപ്സ് ദ ഓസ്പ്രിങ്സ് to adapt to its environment and survive in a better way. അതിന്റെ പരിതസ്ഥിതിയുമായി ജീവികളെ പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു, നല്ല രീതിയിൽ നിലനിൽക്കാനും സഹായിക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. സോ ഓൾ ഹയർ ഓർഗാനിസംസ് ഷോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ കോംപ്ലക്സിറ്റി. അതായത് കോംപ്ലക്സിറ്റി എന്തു തന്നെ ആയാലും മിക്കവാറും എല്ലാ ജീവികളും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെ കാണിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. എല്ലാ ജീവികളുടെയും ലൈഫ് സൈക്കിൾ അഥവാ ജീവിത ചക്രത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ദേ ആർ ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസൻസ് ഫേസ്. ഒന്നാമത്തെ ഫേസിന്റെ പേരാണ് ജുവനൈൽ ഫേസ് അഥവാ വെജിറ്റേറ്റീവ് ഫേസ്. ദ പീരിയഡ് ഓഫ് ഗ്രോത്ത് ഓഫ് ആൻ ഓർഗാനിസം ടിൽ ഇറ്റ്സ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ഈസ് കാൾഡ് ജുവനൈൽ ഫേസ്. അതായത് ഒരു ജീവി പ്രത്യുൽപാദനപരമായി പക്വത നേടിയെടുക്കുന്നതിന് മുൻപ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് ജുവനൈൽ ഫേസ് എന്ന് വിളിക്കുക. എന്റെ വീട്ടിൽ ഒരു പയറുചെടി ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കോഴി ഉണ്ടെന്നിരിക്കട്ടെ. ഈ പയറുചെടിയിൽ ആദ്യത്തെ പൂവ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കോഴി ആദ്യമായി മുട്ടയിടുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആ ജീവികൾ പ്രത്യുൽപാദനപരമായി മെച്യൂരിറ്റി അഥവാ പക്വത നേടിയെടുത്തു. അതിനു മുൻപ് ആ ജീവികൾ ഒരു വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ വളർച്ചാ ഘട്ടത്തിനെയാണ് നമ്മൾ ജുവനൈൽ ഫേസ് എന്ന് വിളിക്കുക. This phase has variable durations in different organisms. വ്യത്യസ്തമായ ജീവികൾക്ക് ഈ കാലഘട്ടത്തിന് വ്യത്യസ്തമായ ദൈർഘ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ഫേസിന്റെ പേരാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. The end of juvenile phase marks the beginning of reproductive phase. ജുവനൈൽ ഫേസ് എവിടെ നിലയ്ക്കുന്നോ അവിടെ റീപ്രൊഡക്റ്റീവ് ഫേസ് തുടങ്ങുന്നു. ഞാൻ പറയുന്നു ഇന്ന് 6 മണിക്ക് പകൽ തീരും,
അതിനൊരു ഹിഡൻ മീനിങ് ഉണ്ട്. ഇന്ന് 6 മണിക്ക് രാത്രി തുടങ്ങും. അതുപോലെ ഒരു ചെടിയിൽ ആദ്യത്തെ പൂ ഉണ്ടാകുന്ന ഘട്ടം, അതിന് മുൻപ് വരെയുള്ള ഒരു ദൈർഘ്യമാണ് ജുവനൈൽ ഫേസ് എങ്കിൽ ആദ്യത്തെ പൂ ഉണ്ടായതിനു ശേഷമുള്ള കാലഘട്ടമാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. In this phase, the organism is reproductively active so that the continuity of a race is maintained. ഈ ഘട്ടത്തിലാണ് ജീവികൾ പ്രത്യുൽപാദനപരമായി വളരെ ആക്റ്റീവായിരിക്കുക. അതിന്റെ ഫലമായി ഒരു വംശത്തിന്റെ തുടർച്ച നിലനിൽക്കുന്നു. മൂന്നാമത്തെ ഫേസിന്റെ പേരാണ് സെനസൻസ് ഫേസ്. This is the last phase of life which shows the end of reproduction, slowing of metabolism and finally leads to the death of the organism. ഈ ഘട്ടത്തിൽ ജീവികളുടെ പ്രത്യുൽപാദനക്ഷമത നശിക്കുന്നു, മെറ്റബോളിക് ആക്ടിവിറ്റി കുറയുന്നു, വാർദ്ധക്യകാലത്തിനെയാണ് കുറിക്കുക. അവസാനം മരണത്തിലേക്ക് നടന്നെടുക്കുന്നു ജീവികൾ. അപ്പോൾ ഈ ഘട്ടത്തിനെയാണ് സെനസൻസ് ഫേസ് എന്ന് വിളിക്കുക. എൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ, സ്ലോയിങ് ഓഫ് മെറ്റബോളിസം ആൻഡ് ഫൈനലി ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് ദ ഓർഗാനിസം. ഇവയാണ് ഒരു ജീവിയുടെ ലൈഫ് സൈക്കിളിലുള്ള 3 ഫേസുകൾ. നമുക്കിനി ആൻജിയോസ്പേംസ് അഥവാ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ പ്രത്യുൽപാദന രീതികളെ കുറിച്ച് നോക്കാം. നമുക്ക് ചുറ്റിനുമുള്ള ചില ചെടികൾ വർഷത്തിൽ ഏത് സമയത്ത് വേണോ പൂക്കാൻ കഴിവുള്ള ചെടികളാണ്. പക്ഷെ മറ്റു ചിലത് ചില പ്രത്യേക സീസണിൽ മാത്രം പൂക്കുന്നത്. In angiosperms, some plants like mango, apple, jackfruit, etc. exhibit seasonal flowering, but some others produce flowers throughout their reproductive life. അതായത് മാവും പ്ലാവും കശുമാവും എല്ലാം തന്നെ ചില പ്രത്യേക സീസണിൽ മാത്രം പൂക്കുമ്പോൾ നമ്മുടെ ചെമ്പരത്തിയും അല്ലെങ്കിൽ തെങ്ങും ഒക്കെ വർഷത്തിൽ ഏത് സമയത്ത് വേണോ പൂക്കാൻ കഴിവുള്ള ചെടികളാണ്. ആൻഡ് സം അതർ പ്ലാന്റ്സ് എക്സിബിറ്റ് അൺയൂഷ്വൽ ഫ്ലവറിംഗ് ഫിനോമിനൻ. അസാധാരണമായ ഫ്ലവറിംഗ് ഫിനോമിനൻ കാണിക്കുന്ന ചില ചെടികളും നമ്മുടെ ചുറ്റിനുമുണ്ട്. ഉദാഹരണമാണ് ബാംബു അഥവാ മുള. മുളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് 50 മുതൽ 100 വരെ വർഷം വളർന്നതിന് ശേഷമാണ് അതൊന്ന് പൂക്കുക. അതുകൊണ്ടാണ് മുളയിൽ പൂക്കൾ ഉണ്ടാകുന്നത് നമ്മൾ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു പ്രക്രിയയാണ്. കാരണം 50 മുതൽ 100 വരെ വർഷം വളർന്നതിന് ശേഷമാണ് മുള ഒന്ന് പൂക്കുക. അതേപോലെ അസാധാരണമായ ഫ്ലവറിംഗ് ഫിനോമിനൻ കാണിക്കുന്ന മറ്റൊരു ചെടിയാണ് സ്ട്രൊബൈലാന്തസ് കുന്തിയാന അഥവാ നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി നമുക്കറിയാവുന്ന പോലെ 12 വർഷത്തിൽ ഒരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുക. On the basis of duration of lifespan, flowering plants can be grouped into 3 as given below. ലൈഫ് സ്പാന്റെ ദൈർഘ്യത്തിനനുസരിച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. They are annuals, biennials and perennials. ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സീസണിനുള്ളിൽ ജീവിതചക്രം പൂർത്തിയാക്കുന്ന ചെടികളാണ് ആനുവൽസ്. എക്സാമ്പിൾ റൈസ്. 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 സീസണിനുള്ളിൽ ജീവിതചക്രം പൂർത്തിയാക്കുന്ന ചെടികളെ ബൈനിയൽസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ക്യാബേജ്. എന്നാൽ 2ലേറെ വർഷം ജീവിതചക്രം പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള ചെടികളാണ് പെരനിയൽസ്. എക്സാമ്പിൾ ആപ്പിൾ. Annuals are the plants which complete their life cycle within 1 year or 1 season. Example rice. Biennials are the plants which complete their life cycle within 2 years or 2 seasons. Example cabbage. Perennials are those plants which require more than 2 years or 2 seasons for completing their life cycle. Example apple. ഇതിൽ ആനുവൽസും ബൈനിയൽസും വ്യക്തമായ വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് അതുപോലെ സെനസെന്റ് ഫേസുകൾ കാണിക്കുന്നു. പക്ഷേ ഈ ഫേസുകൾ പെരനിയൽ പ്ലാന്റ്സിൽ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. എമംഗ് ദം ആനുവൽസ് ആൻഡ് ബൈനിയൽസ് ഷോ ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനസെന്റ് ഫേസസ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദീസ് ഫേസസ് ഇൻ പെരനിയൽ പ്ലാന്റ്സ്. നമുക്കിനി അനിമൽസിന്റെ കുറച്ചു കാര്യങ്ങൾ നോക്കാം. അനിമൽസിൽ, പ്രത്യേകിച്ചും മാമൽസിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സമയത്ത് ചില പ്രത്യേക സൈക്ലിക്കൽ ചേഞ്ചുകൾ സംഭവിക്കുന്നു. ഈ സൈക്ലിക്കൽ ചേഞ്ചുകളെ, മാറ്റങ്ങളെ 2ആയി തിരിക്കാം. ഈസ്ട്രസ് സൈക്കിൾ എന്നും മെൻസ്ട്രൽ സൈക്കിൾ എന്നും. ഈസ്ട്രസ് സൈക്കിൾ ഈസ് എക്സിബിറ്റഡ് ബൈ നോൺ പ്രൈമേറ്റ് മാമൽസ് സച്ച് ആസ് കൗ, ഷീപ്പ്, ഡോഗ്, ടൈഗർ എക്സെട്ര. whereas menstrual cycle is exhibited by primates like monkey, apes and human. അതായത് മനുഷ്യനും കുരങ്ങും ഏപ്സും ഒക്കെ മെൻസ്ട്രൽ സൈക്കിൾ പ്രദർശിപ്പിക്കുമ്പോൾ ഈസ്ട്രസ് സൈക്കിൾ കാണിക്കുന്ന ജീവികളാണ് കൗവും, ഷീപ്പും, ഡോഗും, ടൈഗറും ഒക്കെ. ഇതിന്റെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ സുവോളജിയിൽ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും.
On the basis of the nature of breeding, animals are grouped into two types. They are seasonal breeders and continuous breeders. ആ വാക്കിൽ തന്നെയുണ്ട് സീസണൽ ബ്രീഡേഴ്സ് അതുപോലെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. ചില പ്രത്യേക സീസണിൽ മാത്രം പ്രത്യുൽപാദനം നടത്താൻ കഴിവുള്ള ജീവികളാണ് സീസണൽ ബ്രീഡേഴ്സ്. അതേസമയം റീപ്രൊഡക്റ്റീവ് ലൈഫിന്റെ ഏത് ഘട്ടത്തിൽ വെച്ച് വേണോ റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ള ജീവികളാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. Seasonal breeders are those organisms which are reproductively active during certain season of the year. വർഷത്തിന്റെ ഏതെങ്കിലും ഒരു സീസണിൽ വെച്ച് മാത്രം റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ള ജീവികളാണ് സീസണൽ ബ്രീഡേഴ്സ്. എക്സാമ്പിൾ ഷീപ്പ്, ഗോട്ട് എക്സെട്ര. Continuous breeders are those organisms which are reproductively active throughout their reproductive phase irrespective of any season. ചില പ്രത്യേക സീസണിൽ അല്ലാതെ റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ ഏത് ഘട്ടത്തിൽ വെച്ച് വേണോ റീപ്രൊഡക്ഷൻ നടത്താൻ അവയ്ക്ക് കഴിവുണ്ട്. എക്സാമ്പിൾ മാൻ, മങ്കി എക്സെട്ര. വളരെ സങ്കീർണമായ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ നമുക്ക് പ്രധാനമായും 3 ഇവന്റുകളായി തിരിക്കാം. The events in sexual reproduction can be broadly grouped into 3 major types. They are pre-fertilization events, fertilization events and post-fertilization events. ഇതിൽ ഒന്നാമത്തെ ഇവന്റിന്റെ പേരാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. പ്രീ എന്നാൽ മുൻപ്, ഫെർട്ടിലൈസേഷൻ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. സോ all the events in sexual reproduction before the fusion of gametes is called pre-fertilization events. All the events in sexual reproduction before the fusion of gametes is called pre-fertilization events. ഗമേറ്റുകളുടെ ഫ്യൂഷന് മുൻപ് നടക്കുന്ന ഇവന്റുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ആൻഡ് ദ 2 ഇമ്പോർട്ടന്റ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ആർ ഗെമറ്റോജെനസിസ് ആൻഡ് ഗമേറ്റ് ട്രാൻസ്ഫർ. ഗെമറ്റോജെനസിസും ഗമേറ്റ് ട്രാൻസ്ഫറുമാണ് പ്രധാനപ്പെട്ട 2 പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റുകൾ. ഗെമറ്റോജെനസിസ്, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗമേറ്റ്സ് ഈസ് കാൾഡ് ഗെമറ്റോജെനസിസ്. ഹാപ്ലോയിഡായ ലിംഗകോശങ്ങളുടെ അല്ലെങ്കിൽ ഗമേറ്റുകളുടെ രൂപീകരണത്തെ വിളിക്കുന്ന പേരാണ് ഗെമറ്റോജെനസിസ്. എന്താണ് ഗമേറ്റുകൾ അല്ലെങ്കിൽ ലിംഗകോശങ്ങൾ? ഗമേറ്റ്സ് ആർ ദ സ്പെഷ്യലൈസ്ഡ് റീപ്രൊഡക്റ്റീവ് സെൽസ്. പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് മാത്രം രൂപീകരിക്കപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളെയാണ് ഗമേറ്റുകൾ എന്ന് വിളിക്കുക. അവ 2 തരത്തിലുണ്ട്, മെയിലും ഫീമെയിൽ. ഇൻ സം ആൽഗെ the male and female gametes are morphologically similar. Such gametes are called homogametes or isogametes. Example, eulothrix. അതായത് ചില ആൽഗകളിൽ മെയിലും ഫീമെയിലും ഗമീറ്റ്സുകൾ കാഴ്ചയിൽ രൂപത്തിൽ ഒരുപോലെ ഇരിക്കുന്നു, വ്യത്യാസങ്ങൾ കാണിക്കില്ല. അപ്പൊ ഇത്തരത്തിൽ മോർഫോളജിക്കലി സിമിലർ ആയ ഗമീറ്റുകളെ വിളിക്കുന്ന പേരാണ് ഐസോഗമീറ്റ്സ് അല്ലെങ്കിൽ ഹോമോഗമീറ്റ്സ്. ഉദാഹരണം യൂളോത്രിക്സ്. പക്ഷേ മിക്കവാറും സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആയ ജീവികളിൽ ഉണ്ടാകുന്ന ഗമീറ്റുകൾ രൂപത്തിൽ വ്യത്യസ്തത കാണിക്കുന്നു. അത്തരം ഗമീറ്റുകളെ അനൈസോഗമീറ്റ്സ് അല്ലെങ്കിൽ ഹെട്രോഗമീറ്റ്സ് എന്നാണ് പറയുക. ഇൻ മെജോറിറ്റി ഓഫ് സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസംസ് the gametes produced are morphologically dissimilar. മോർഫോളജിക്കലി വ്യത്യസ്തത കാണിക്കുന്നു. Such gametes are called heterogametes or anisogamites. അത്തരം ഗമേറ്റുകളെയാണ് ഹെട്രോഗമേറ്റ്സ് അല്ലെങ്കിൽ അനൈസോഗമേറ്റ്സ് എന്ന് വിളിക്കുക. ഇത്തരം ജീവികളിലെ മെയിൽ ഗമേറ്റിനെ സ്പേം അല്ലെങ്കിൽ ആന്ത്രോസോയിഡ് എന്ന് വിളിക്കുന്നു. ഫീമെയിൽ ഗമേറ്റിനെ വിളിക്കുന്ന പേരാണ് എഗ് അല്ലെങ്കിൽ ഓവം. ഇൻ ദീസ് ഓർഗാനിസംസ് male gamete is called sperm or antherozoid and female gamete is called egg or ovum. Example, human, higher plants. The next topic is sexuality in organisms. നമുക്കറിയാവുന്നത് പോലെ തന്നെ ആൻജിയോസ്പേംസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് ആൻജിയോസ്പേംസ്. ഒരു പൂവിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണുള്ളത്. ദേ ആർ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഇതിൽ ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നും ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നും അറിയപ്പെടുന്നു. എമംഗ് ദം ആൻഡ്രീഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ വെയറാസ് ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രസൻസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, flowers are grouped into 2 types. They are bisexual flowers and unisexual flowers. എന്താണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്? ബൈ രണ്ടും. എ ഫ്ലവർ ഹാവിംഗ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഈസ് കാൾഡ് ബൈസെക്ഷൽ ഫ്ലവർ. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരു പൂവിൽ തന്നെ ഉണ്ടെങ്കിൽ ആ പൂവിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കുന്നു. എന്നാൽ
യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആർ ദോസ് ഫ്ലവേഴ്സ് ഹാവിംഗ് എയ്തർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം. രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കുക. അതായത് യൂണിസെക്ഷൽ ഫ്ലവർ അപ്പോൾ രണ്ട് തരത്തിൽ കാണപ്പെടാം. ഒന്ന് ആൻഡ്രീഷ്യം മാത്രമുള്ളത്, മറ്റൊന്ന് ഗൈനീഷ്യം മാത്രമുള്ളത്. ആൻഡ്രീഷ്യം മാത്രമുള്ള പൂവിനെ സ്റ്റാമിനേറ്റ് ഫ്ലവർ അഥവാ മെയിൽ ഫ്ലവർ എന്ന് വിളിക്കുന്നു. ഗൈനീഷ്യം മാത്രമുള്ള പൂവിനെ പിസ്റ്റിലേറ്റ് ഫ്ലവർ അഥവാ ഫീമെയിൽ ഫ്ലവർ എന്ന് വിളിക്കുന്നു. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആർ ഓഫ് ടു ടൈപ്സ്. ദേ ആർ സ്റ്റാമിനേറ്റ് ഫ്ലവർ, യൂണിസെക്ഷൽ ഫ്ലവർ ഹാവിംഗ് ആൻഡ്രീഷ്യം എലോൺ. അതുപോലെ പിസ്റ്റിലേറ്റ് ഫ്ലവർ, യൂണിസെക്ഷൽ ഫ്ലവർ ഹാവിംഗ് ഗൈനീഷ്യം എലോൺ. മൊണേഷ്യസ് ഓർ ഹോമോതാലിക്. If both the male and female flowers are present on the same plant, the condition is called monoecious. അതായത് ആൺപൂവും പെൺപൂവും രണ്ടും ഒരു സസ്യത്തിൽ തന്നെയാണ് കാണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ മൊണേഷ്യസ് എന്ന് വിളിക്കുന്നു. ഉദാഹരണം കുക്കുർബിറ്റ, കോക്കനട്ട് എന്നിവ. നമ്മുടെ തെങ്ങ് എടുത്താൽ ആ തെങ്ങിന്റെ പൂങ്കുലയിൽ ആൺപൂവും ഉണ്ട് പെൺപൂവും ഉണ്ട്. പക്ഷെ അത് രണ്ടും ഒരു ചെടിയിൽ തന്നെയാണ് കാണപ്പെടുക. ആ കണ്ടീഷനെ മൊണേഷ്യസ് എന്ന് പറയും. ഇതിന് സമാനമായ ഒരു പ്രത്യേകത നമ്മുടെ ഫംഗസിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഫംഗസിൽ കാണപ്പെടുന്ന ഇത്തരം അവസ്ഥയെ ഹോമോതാലിക് എന്ന് വിളിക്കുന്നു. അവിടെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ ഫൗണ്ട് ഇൻ ദ സെയിം താലസ്. ഫംഗസിന്റെ ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേര് താലസ് എന്നാണ്. അപ്പോൾ ആ ഒരു താലസിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണപ്പെടുന്നു. ഈ കണ്ടീഷനെ ഹോമോതാലിക് എന്ന് വിളിക്കുന്നു. ഇനി ഡയേഷ്യസ് ഓർ ഹെട്രോതാലിക്. If the male and female flowers are present on separate plants, the condition is called dioecious. ആൺപൂവും പെൺപൂവും രണ്ട് വ്യത്യസ്തമായ ചെടികളിലാണ്, സസ്യങ്ങളിലാണ് കാണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഡയേഷ്യസ് അഥവാ ഹെട്രോതാലിക് എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഡേറ്റ് പാം, പപ്പായ. നമ്മുടെ ഈന്തപ്പന അതുപോലെ പപ്പായ എന്നിവ ഡയേഷ്യസിന് എക്സാമ്പിൾ ആണ്. പ്ലാന്റുകളിൽ അപൂർവമായിട്ട് കാണുന്ന ഒരു പ്രത്യേകതയാണ്. ആൺപെൺ വേർതിരിവുകൾ കാണപ്പെടുന്ന ചെടികൾക്ക് എക്സാമ്പിൾ ആണ് ഈ ഡേറ്റ് പാം, പപ്പായ എന്നിവ. അതിന് കാരണം മെയിൽ ഫ്ലവർ ഒരു പ്ലാന്റിലും ഫീമെയിൽ ഫ്ലവർ മറ്റൊരു പ്ലാന്റിലുമാണ് കാണപ്പെടുക. ഇതിന് സമാനമായ കണ്ടീഷൻ, അതായത് മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് രണ്ടും സെപ്പറേറ്റ് താലസിൽ കാണുന്ന ഫംഗസിന്റെ അവസ്ഥയാണ് നമ്മൾ ഹെറ്ററോതാലിക് എന്ന് വിളിക്കുക. ഇനി അനിമൽസിൽ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് രണ്ടും വെവ്വേറെ ജീവികളിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത്തരം അനിമൽസിനെ യൂണിസെക്ഷൽ അനിമൽസ് എന്ന് വിളിക്കുന്നു. യൂണിസെക്ഷൽ അനിമൽസ് ആർ ദോസ് അനിമൽസ് ഹാവിംഗ് ഓൺലി മെയിൽ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. എക്സാമ്പിൾ കോക്രോച്ച്, ഇൻസെക്ട്സ്, ബേർഡ്സ്, ഫിഷസ്, ആംഫിബിയൻസ്, മാമൽസ് എക്സെട്ര. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില ജീവികളിൽ രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒരു ജീവിയിൽ തന്നെ കാണപ്പെടാറുണ്ട്. ഇത്തരം ജീവികളെ വിളിക്കുന്ന പേരാണ് ഹെർമാഫ്രഡൈറ്റ്സ്. ഈ ഹെർമാഫ്രഡൈറ്റ്സിന് എക്സാമ്പിൾ ആണ് എർത്ത് വേം, ടേപ്പ് വേം, സ്പോഞ്ചസ്, ലീച്ചസ് എന്നിവ. എർത്ത് വേം, ടേപ്പ് വേം, സ്പോഞ്ചസ് ആൻഡ് ലീച്ചസ് ആർ ദ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് bisexual animals that possess both male and female reproductive organs in the same individual. ഒരു ജീവിയിൽ തന്നെ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണപ്പെടുന്നു. സച്ച് ഓർഗാനിസംസ് ആർ കാൾഡ് ഹെർമാഫ്രഡൈറ്റ്സ്. അത്തരം ജീവികളെയാണ് ഹെർമ, നോട്ട് ഹെർമോ, ഹെർമാഫ്രഡൈറ്റ്സ്